വീടുകളിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളിൽ ഒന്നാണ് ഉപയോഗിച്ച ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും. ഇവ സുരക്ഷിതമായും ശാസ്ത്രീയമായും സംസ്കരിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇതിന് മാതൃകാപരമായ പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കതിരൂർ പഞ്ചായത്ത്. ഇതിനായി ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കുന്നത്. വീടുകളിൽ ഏറ്റവും വലിയ മാലിന്യ പ്രശ്നങ്ങളിലൊന്നായ ഉപയോഗിച്ച ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും ഇനി ശാസ്ത്രീയമായി സംസ്കരിക്കാനാണ് കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പദ്ധതി. റെഡ്കോയുടെ കീഴിൽ തൃശൂർ ആസ്ഥാനമായ ഫോറൻ ടെക്നോളജീസ് 37 ലക്ഷം രൂപ ചിലവിൽ നടപ്പാക്കുന്ന ഡയപ്പർ ആൻഡ് സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ പദ്ധതിയാണ് ഒരുങ്ങുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിലെത്തി നിശ്ചിത സേവന നിരക്ക് ഈടാക്കി ഉപയോഗിച്ച ഡയപ്പറുകൾ ശേഖരിക്കും. തുടർന്ന് കതിരൂർ പഞ്ചായത്തിലെ സ്മൃതിയിടം വാതക ശ്മശാനത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ക്രിമിറ്റോറിയത്തിന്റെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഇൻസിനേറ്ററിൽ ഡബിൾ ചേംബർ സംവിധാനവും ഉയർന്ന താപനിലയിൽ ദഹിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് മാലിന്യത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നത്. 4 ഗ്യാസ് ബർണറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ ഏകദേശം 50 ഡയപ്പറുകൾ 1.5 മണിക്കൂറിനുള്ളിൽ ചാരമാകും. ശേഷിക്കുന്ന ചാരവും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുമെന്ന് ഫോറൻ ടെക്നോളജീസ് മാനേജർ VK ശശികുമാർ പറയുന്നു. ഒരു സമയം നമുക്കൊരു 50 കിലോ ഇതിനകത്ത് കത്തിക്കാൻ പറ്റും. ഇൻസിനേറ്ററിനകത്ത് 50 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരെണ്ണം ഉപയോഗിച്ച ഡയപ്പറുകൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കൂടി വരും. ജെല്ലാണല്ലോ അതിനകത്ത്. കൂടി വരുമ്പോൾ 1 കിലോളം വരും. അപ്പോൾ 50 എണ്ണം 60 എണ്ണമൊക്കെ നമുക്ക് ഒരു സമയം കത്തിക്കാം. ഏകദേശം 3 കിലോ ഗ്യാസാണ് അതിന് ചിലവാകുക. ഒരു 1.5 മണിക്കൂർ കൊണ്ട് കത്തിത്തീരുന്ന അതിനകത്ത് ആകെ ഉണ്ടാവുന്ന ചാരം എന്നുള്ളത് അതിൻ്റെ ടോട്ടൽ വെയ്റ്റിൻ്റെ 5% താഴെ വരുള്ളൂ. ഇത് നമ്മൾ ചാരം ഇവിടെ ഒരു ടാങ്കിൽ സംഭരിച്ച് വെച്ചിട്ട് വർഷത്തിലൊരിക്കൽ സർക്കാരിൻ്റെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് KEEL എന്നൊരു സ്ഥാപനമുണ്ട് എറണാകുളത്ത് അമ്പലമുകളിൽ. അവർ വന്ന് അത് കൊണ്ടുപോവാണ് ചെയ്യുക. ഒരു എഗ്രിമെൻറ്റിലാണ് ചെയ്യുന്നത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം നിലവിൽ വരുന്നത്. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിലും കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഇതിനകം തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് പുനരുപയോഗത്തിനും വളനിർമ്മാണത്തിനുമായി മാറ്റുന്നതിനോടൊപ്പം വിവിധ മാലിന്യങ്ങൾ ശേഖരിച്ച് റീസൈക്ലിംഗ് സംവിധാനത്തിലേക്ക് കൈമാറി പഞ്ചായത്തിന് വരുമാനവും ലഭിക്കുന്നുണ്ട്. 2 ശവസംസ്കാരങ്ങൾ ഒരേ സമയം നടത്താൻ കഴിയുന്ന ആധുനിക വാതക ശ്മശാനവും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് കതിരൂരിനെ മാതൃകാ പഞ്ചായത്താക്കി മാറ്റുന്നതെന്ന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ പറയുന്നു. കതിരൂരിലെ മിക്കവാറും വീടുകളിൽ നമ്മൾ റിംഗ് കമ്പോസ്റ്റുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിംഗ് കമ്പോസ്റ്റുകളിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം കൃത്യമായും ചിട്ടയായും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതാ പ്രവർത്തനം കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. കാരണം റിംഗ് കമ്പോസ്റ്റിലുള്ള ആ വേസ്റ്റിനെ വളമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ആ വളം വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പോവുകയാണ്. അങ്ങനെ മാലിന്യ സംസ്കരണത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് കതിരൂർ എന്നുള്ളത്. ഇതിനകം തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡയപ്പർ മാലിന്യ സംസ്കരണത്തിനായി ജില്ലയിലെ ആദ്യ ഇൻസിനറേറ്റർ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ മാലിന്യ സംസ്കരണ രംഗത്ത് കതിരൂർ ഗ്രാമപഞ്ചായത്ത് മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ്. ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾ ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കതിരൂരിന്റെ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തേകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.